കണവ വൃത്തിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കണവയെക്കുറിച്ച് ചില വസ്തുതകൾ നമുക്കിവിടെ പ്രതിപാദിക്കാൻ ചുരുക്കത്തിൽ പറയാം. നീളമുള്ള ശരീരം, വലിയ കണ്ണുകൾ, 8 കൈകൾ, 2 ഭാഗങ്ങളുണ്ട് ഇവയ്ക്ക്. സൂപ്പർ കോഡർ ഡെക്കോപോഡോഫോമിലെ സെഫലോപോഡുകളാണ് സ്കിഡ്, കണവ അല്ലെങ്കിൽ കൂന്തൽ എന്നറിയപ്പെടുന്ന ഇവ. ജുറാസിക് കാലഘട്ടത്തിൽ മറ്റ് സെഫലോപോഡുകളിൽ നിന്ന് സ്കിഡ് വ്യതിചലിക്കുകയും മത്സ്യത്തെ ടെലോസ്റ്റ് ചെയ്യുന്നതിന് സമാനമായ പങ്ക് വഹിക്കുകയും സമാന വലിപ്പത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും വക്താക്കളായി മാറുകയും ചെയ്യുന്നു ഇവ. കാർബോഹൈഡ്രേറ്റുകൾ ഇല്ലാത്തതിനാൽ കാർബ് ഭയപ്പെടുന്ന പ്രോട്ടീൻ ജങ്കികൾക്കും കെറ്റോ ഡയറ്റിലുള്ളവർക്കും ഭക്ഷണത്തിൽ കണവ ഉൾപ്പെടുത്താവുന്നതാണ്. വിറ്റാമിൻ B12, B6 എന്നിവയുടെ നല്ല ഉറവിടമാണ് കണവ. ശരീരത്തിൽ വളരെ കുറച്ച് അളവിലുള്ള സെലനിയവും വിറ്റാമിൻ ഇയും കണവയിൽ ധാരാളമായുണ്ട്. ഇതിൽ കൊഴുപ്പ് വളരെ കുറവാണ്. കൊളസ്ട്രോൾ അതിൽ നിന്ന് കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല, നിരവധി പഠനങ്ങൾ കാണിക്കുന്നത് ഷെൽഫിഷ് കഴിക്കുന്നത് രക്തത്തിലെ കൊളസ്ട്രോൾ ഉയർത്തുകയല്ല, കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് കണവ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. എന്താ, എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ തലയും ഉടലും സെപ്പറേറ്റ് ചെയ്താണ് വാങ്ങിച്ചത്. അതിന് വയറൊക്കെ ഒന്ന് കയറി 2 പീസാക്കി ഇതുപോലെ ക്ലീനാക്കി എടുത്തു. ഇതുപോലെ ചുരുണ്ടിരിക്കും. അതാണ് അതിൻ്റെ ബോഡി പാർട്ട്. ഈ ബോഡി പാർട്ടിലാണ് അതിൻ്റെ ഇതുപോലുള്ള ചെറിയ സ്കിൻ പോലത്തെ ഇതുണ്ട്. അത് നമ്മൾ ഇങ്ങനെ പതുക്കെ ഇളക്കി കളയണം. നഖമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ഈസിയായിട്ട് ഇളക്കാം. എനിക്ക് ഇച്ചിരി നഖം കുറവാണ്. അപ്പം അത് ഇച്ചിരി ഇങ്ങനെ വലിച്ച് ഇളക്കി എടുക്കുക. കത്തി വെച്ചും ചെറുതായിട്ട് ഇത് ചെയ്ത്. ഇത് വലിയ കണവയാണ് വാങ്ങിച്ചത്. ചെറിയ കണവയുണ്ട്. ചെറിയ കണവ ഇത്രയും സൈസ് കാണത്തില്ല. അപ്പോൾ അതിൻ്റെ ഇച്ചിരി കൂടെ കനക്കുറവായിരിക്കും. കുറച്ചുകൂടെ ഈസിയാണ് അത് ക്ലീൻ ചെയ്യാൻ. ഇത് ഒറ്റ പീസ് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. ചെറുതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ ഉള്ളത്. പക്ഷേ ചെറുത് നമ്മൾ കൂടുതൽ എണ്ണം ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇതിനകത്തൊരു മഷിയുണ്ട്. അത് അവിടെ വെച്ച് തന്നെ എടുത്ത് കളഞ്ഞായിരുന്നു. അത് ഈ വയറ് കീറി 2 പീസാക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് നമുക്ക് അത് ഇതായിപ്പോവും. അതിനകത്ത് എൻ്റെ ഒരു സഞ്ചി കൊടുത്തിട്ട് എന്നിട്ട് തല ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് സെപ്പറേറ്റ് ചെയ്ത് ഇതാക്കി അതാണ് പറഞ്ഞത് 2 പോർഷൻസാണ് കണവയ്ക്കുള്ളത്. 3 ബോഡി പാർട്ടും 1 തലയും. ഇതുപോലെ ഈ ബോഡി പാർട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടുള്ളത് തലയാണ്. തലയുടെ ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ നാര് പോലെ താഴോട്ടും. പിന്നെ 2 കണ്ണുകൾ, വലിയ 2 കണ്ണ്. പിന്നെ നടുക്ക് ഉള്ള ഭാഗത്തൂടെ നമ്മൾ ഈ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ നടുക്ക് യെല്ലോയിഷ് കളറിലുള്ളതാണ് പിന്നെ ഈ തലയെ ബോഡിയും കൂടെ ജോയിൻ ചെയ്യുന്ന പാർട്ട്. അവിടെയും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കി ഈസിയായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് കണ്ണെടുത്ത് കളയുക, മറ്റേ തൊലിയെല്ലാം എടുത്ത് ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി പിന്നെ പീസ് ആക്കുന്നത് വരെ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ കറി വെക്കുന്നത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പം എല്ലാവരും വെട്ടിപ്പടിക്കുക. ആദ്യം വെട്ടിയിരുന്നത് എങ്ങനെയാണെന്ന്, കണവ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് പലർക്കും അറിയായിരിക്കും. അറിയാത്തവർ കണ്ടു പഠിക്കാൻ വേണ്ടിയാണ് ആദ്യം ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതനുസരിച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോയും ഉടൻ തന്നെ ഇത് കറി വെക്കുന്ന വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിനും കമൻസിനും നന്ദി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. നന്ദി, നമസ്കാരം.